ഞങ്ങളങ്ങനെ ബോസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞങ്ങൾ വെളിയിലോട്ട് വലിയ തണുപ്പില്ല കേട്ടോ, എന്നുവെച്ചാൽ ഞാനിത് കുറച്ച് ഓവറാക്കി വെച്ചേക്കാണ്. പക്ഷെ ഇപ്പം എനിക്ക് 9 ഡിഗ്രി 10 ഡിഗ്രി എങ്ങാണ്ടാണ് ഇപ്പം. വെരി വെരി വെൽ മാനേജബിൾ. ഇതാണ് ബോസ്റ്റൺ. നമ്മുടെ ന്യൂയോർക്കിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട് കേട്ടോ. ബാക്ക് ബേ ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ, എന്താണ് ബാക്ക് ബേ എന്ന് പറയുന്നതാണോ സ്ഥലത്തിൻ്റെ പേര്? ഞങ്ങൾ കുഞ്ചി, ഹൗ ഡസ് ഇറ്റ് ഫീൽ ജുഞ്ചു ബോസ്റ്റണിലെത്തിയിട്ട്? ലുക്സ് ലൈക്ക് അല്ല, ന്യൂയോർക്കിൻ്റെ ഒരു വേറൊരു കുറച്ചും കൂടെ ബ്രോഡർ വേഫെയറിൻ്റെ ഒക്കെ ഇതുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഞങ്ങൾ യൂബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ബാക്ക് ബേ എന്നാണോ? ബാക്ക് ബേ സൗത്ത് എൻഡ് സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത് സൗത്ത് എൻഡ് ഉണ്ടല്ലോ ബാക്ക് ബേ തന്നെ. ആ പെണ്ണാണോ? കളർ മുടിയുള്ള ഡ്രൈവറാണോ? അങ്ങനെ ഞങ്ങൾ ബോസ്റ്റണിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു യൂബർ എടുത്ത് ഇവിടെ ഹേർട്സിൽ വന്ന കാറ് റെൻ്റേ കാർ, വളരെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് റെൻ്റേ കാർ അവിടെ ചെന്ന് കാറ് എടുക്കാൻ പോവാണ്. ഇവിടെ നോക്കും, ഇതാണ് ബോസ്റ്റൺ. അയ്യോ, കെട്ടിട കൊടിമരങ്ങൾ. എനിക്ക് കൂടുതലും ന്യൂയോർക്കിൻ്റെ വേറൊരു ചായ. ഭയങ്കര വലിയെന്ന് വെച്ചാൽ വലിയ. അങ്ങനെ ഞങ്ങൾ ബോസ്റ്റണെത്തി. ഇനി സാറ്റർഡേ വരെ ഇവിടെ കാണും. ഞങ്ങൾ MIT, ഹാർവേഡ് ഇതെല്ലാം പോയി എന്താ പറയുക, എല്ലാം പോയി വിസിറ്റ് ചെയ്യും. ബോസ്റ്റൺ ഇതുവരെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വരികയാണ്, അത് വന്നിട്ടില്ല. അപ്പം മെസ്സച്യൂസെറ്റ്സിലാണ്. തണുപ്പ് മാത്രം ഇതുപോലെയൊക്കെ ഇരുന്നാൽ പിന്നെയും പ്രശ്നമില്ല. ഈ ഭയങ്കര തണുപ്പോ സ്നോ സ്റ്റോമൊക്കെ ഇന്ന് ഞങ്ങളുടെ അവിടെ സ്നോ സ്റ്റോം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് തോന്നുന്നു. ഈ ഒരു 4 days ഇതുപോലെയൊക്കെ അങ്ങ് പോയാൽ താങ്ക്സ് ഗിവിങ് പിഞ്ചി ഹാപ്പി ആയിട്ട് മറ്റേ ഒരു നല്ലൊരു വീട്, നമ്മുടെ വീട് പോലത്തെ ഒരു വീട്. പിഞ്ചി എല്ലാ സ്ഥലത്തും ബെഡിലൊക്കെ അലൗഡാണ്. അവിടെ ഓൾറെഡി ഒരു പട്ടിയുണ്ട്, പിഞ്ചിയെ പോലെ ഇരിക്കുന്നു. അത് ഗോൾഡൻ ഡൂഡിലാണ്, പക്ഷെ സ്റ്റിൽ കളർ മാത്രം വ്യത്യാസമുള്ളതിനെ അത് ജെയിംസൺ എന്നാണ് ആ പട്ടിയുടെ പേര്. കൊള്ളാം ആ പട്ടിയെ. പിന്നെ ഒരു കൊച്ചു കുഞ്ഞ് മോളും ഉണ്ട്. അപ്പോൾ പിഞ്ചി കണ്ടിട്ട് ഇവർ ബെഡിൽ ഇവരുടെ കൂടെയാണ് പിഞ്ചി കിടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും അവർക്കൊരു യാർഡും ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഫെൻസ് യാർഡുണ്ട്. അപ്പോൾ പിഞ്ചിക്ക് ഓടിപ്പോവാ, എല്ലാം പിഞ്ചിക്ക്. ഇതാണ് ബോസ്റ്റൺ കേട്ടോ. ഞങ്ങളിപ്പോഴും ഭയങ്കര തിരക്കാ. ഹേർട്സ് കാറ് കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടന്നപ്പോൾ ബോസ്റ്റൺ വലിയ ബിൽഡിങ്സ് ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് കാറ് കിട്ടി, കുറേ വെയിറ്റ് ചെയ്ത്. ഇപ്പോൾ ബോസ്റ്റണിൽ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു ജേഴ്സി സിറ്റി പ്ലസ് ന്യൂയോർക്ക് മിക്സാണ് ബോസ്റ്റണിൻ്റെ കണ്ടിടത്തോളം. സ്കൂട്ടറിലൊക്കെ പോകുന്നത് തണുപ്പത്ത്. ലീഗൽ സീ ഫുഡ്സ്. ഇഫ് ഇറ്റ് ഇസ് ഇൻ ഫ്രഷ് ഇറ്റ് ഈസ് ഇൻ ലീഗൽ. അതാണ് ലീഗൽ. ബോസ്റ്റൺ പാർക്ക് പ്ലാസ അതൊക്കെ വലിയ പണ്ടത്തെ ഹോട്ടലാണെന്ന് തോന്നുന്നു, വലിയ ഫേമസ് ഹോട്ടലാണെന്ന് തോന്നുന്നു. റോച്ചി ബൊബോയ്സ് പാരീസ് B&B ഇറ്റാലിയ. ന്യൂയോർക്കിൻ്റെ ഒരു ഇപ്പോൾ ഏതാ ക്ലബ് പിലാറ്റേസ് ഉണ്ട്, വൈൻ ആൻഡ് ചീസ് ഉണ്ട്, ഫൈൻ ഫുഡ്സ്, ബാക്ക് പോസ്. ഇവിടെ ആണോ? ഇവിടെ വന്ന ബോസ്റ്റൺ ക്രീം ചീസ് ഒരിക്കലും മിസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് ട്രൈ ചെയ്യണം. പിന്നെ ഫയർ പ്ലസ് ഐസ്. നേരെ കാണുന്ന എന്തോ ചേർച്ചാണോ? നമ്മൾ ചാൾസ് റിവറിന്റെ സൈഡിൽ കൂടെ ഓടിക്കാൻ പോവാണ്. ഓ, അനിയുടെ മസാജ് എൻവി ഇവിടെ ഉണ്ട്. മസാജ് എൻവി എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്യാനിരുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ. പക്ഷെ സമയമൊന്നും കിട്ടിയില്ല. നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. അവിടുത്തെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്.
ആർലിംഗ്ടൺ നോ എൻട്രി. NV ആണ് NV. ഇപ്പോഴും ചൂട് തന്നെ വരുന്ന പക്ഷേ അല്ലേ? പുറകിൽ ചൂട് വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാന്ന് പറയട്ടോ, ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് കുറച്ചും കൂടെ എടുക്കുന്നത്. ഒരു 65 ആക്കിക്കോളൂ, അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവും. AC ഓൺ ചെയ്ത് പതുക്കെ നോക്കായിരുന്നു. ഇതാണ് ബോസ്റ്റൺ. ബോസ്റ്റണിനെ ചുറ്റിപ്പക്കപ്പോറേ. വേണ്ട മോനെ, എൻ്റെ ആ ഹോട്ടലിൽ എത്തുമ്പോൾ ഇത് മൊത്തം തിരിച്ചിടാൻ കുറേ ഇപ്പം എത്തും. നമ്മൾ 2 മൈൽസ് എങ്ങാണ്ടേ ഉള്ളൂ. 1.3 miles, that's it. 4 മിനിറ്റ്സിനുള്ളിൽ ഹോട്ടലിൽ എത്തും. ശരിക്കും ജേഴ്സി സിറ്റി പ്ലസ് ന്യൂയോർക്കിന്റെ ഒരു മിക്സ്. വാഷിംഗ്ടൺ റോഡും ചാൾസ് റിവറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തി. കാണാൻ ഭംഗി, പക്ഷേ ലിഫ്റ്റ് ഇല്ല. 4th ഫ്ലോറിലാണ് ഞങ്ങളുടെ മുറി. സ്യൂട്ട് പോലത്തെ അപ്പാർട്ട്മെൻറ്റ്സ് പോലത്തെ ഇതാണ്. ഒരു ബെഡേ ഉള്ളൂ പോലും, പക്ഷെ കാണാൻ മാത്രം ഭംഗിയുണ്ട്. സോ ഒരു ബെഡും ഒരു സോഫ. ഞങ്ങൾ 3 പേരും കൂടെ ഒരു ബെഡില്ല. ഞാനും ജുഞ്ചും പിഞ്ചിയും കിടക്കുന്ന. ലിഫ്റ്റ് ഇല്ലാത്ത. ഓക്കെ ജിഞ്ചു, മോർ ദാൻ വെൽക്കം. ഓർ യു ക്യാൻ ടബാണോ ബാത്റൂം? അങ്ങനെയാണെങ്കിൽ ടബിൽ കിടന്നു തലേണായിട്ട്. അയ്യോ, ഞങ്ങൾക്ക് ഈ ഹോട്ടൽ ആകപ്പാടെ 4 ഫ്ലോർസേ ഉള്ളൂ. അതിൽ 4th ഫ്ലോറാണ്. ലിഫ്റ്റും ഇല്ല. 4F. ഇതാണ് ബാത്റൂം. വാക്ക് ഇൻ ഷവറുണ്ട്. ഇതാണ് ഞാൻ. അയ്യോ, നമുക്ക് തന്നെ കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കാം. 1 ബെഡ് ആൻഡ് 1 കുഷൻ ബെഡ്. ഞാൻ പറഞ്ഞല്ലോ എലിവേഷനാണ്. സാരമില്ല, ഇവിടെ നിന്ന് നോക്കിയാൽ ശ്വാസം മുട്ടുന്നു. എന്തായാലും ഇവിടെ നോക്കിയാൽ ബോസ്റ്റൺ സിറ്റിയൊക്കെ കാണാം. പക്ഷെ നമുക്ക് വേറെ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പാർട്ട്മെൻറ്റ് സ്യൂട്ട്സാണ്. ഞങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ഞങ്ങൾ യൂസ് കാരണം ഒരു ബെഡേ ഉള്ളൂ. ഒന്നാമത് 4th ഫ്ലോറാണ്. ലിഫ്റ്റ് എലിവേറ്റർ ഇല്ല. ഇത് ഒറ്റ ബെഡ്. പിന്നെ സോഫ ബെഡ് എന്ന് പറഞ്ഞാൽ കൺവേർട്ടബിൾ ഒന്നുമല്ല, ഇതേ ഉള്ളൂ. ഈ ഒരു ഇത് 3 ദിവസം ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ അതുപോലെ ഇറങ്ങുകയാണ്. യെസ്. സോ എല്ലാം ഒന്നും ഉപയോഗിച്ചില്ല. അതുപോലെ എല്ലാം ജസ്റ്റ് ലെഫ്റ്റ് എവറിത്തിങ് അങ്ങനെ തന്നെ. കനിയണ്ണും ജിഞ്ചുവും വയ്ക്കാൻ പോയി. ബാത്റൂമും എല്ലാം ജസ്റ്റ് ബൈ ബൈ. ഇതായിരുന്നു ഞങ്ങളുടെ 4th. ഇനി ഒന്നുമില്ല. ഞങ്ങൾ വെറ്റിയൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. ഇവിടെ ആരും ഇല്ല, കാരണം റിസപ്ഷൻ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇത് അപ്പാർട്ട്മെൻറ്റ് ഇതാണ്. അപ്പോൾ ആരെ എന്തെങ്കിലും വിളിക്കാനും ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം. ജിഞ്ചു അവിടെ എത്തി. അങ്ങനെ നോക്ക് ജിഞ്ചു, അങ്ങനെ നോക്കി. അവിടെ തന്നെ നിന്ന് നോക്കിയേ ജിഞ്ചു, അവിടെ തന്നെ നിന്ന് നോക്കിയേ. എന്തായാലും വെളിയിൽ പുറമേ ഭംഗിയുണ്ടെങ്കിലും ഫാമിലി ആയിട്ടൊന്നും വന്ന് സ്റ്റുഡൻസിനൊക്കെ താമസിക്കാം. ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ട്. സ്റ്റുഡൻസിനാണെങ്കിലും നമ്മൾ അപ്പാർട്ട്മെൻറ്റ് പോലെ വന്ന് വെള്ളം തൊട്ട് കർപ്പൂരം വരെ വാങ്ങിച്ച് കൊണ്ടുവന്ന് നിന്ന് താമസിക്കാൻ നല്ല. പക്ഷേ ഇത് ഈ പെട്ടിയെടുത്ത് ഇങ്ങനെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് വെരി നോട്ട് വർത്ത് ദ മണി. അതാണ് അതിൻ്റെ ഒരു ആകെ മൊത്തം. സോ ടാറ്റ. ഫുൾ ഭയങ്കര പൊക്കമുള്ള ഇവിടെ ആയിരിക്കും പാർക്കിംഗ്. ആണോ? അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് വേറെ ഹോട്ടലിലോട്ട് മച്ച് ബെറ്റർ. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്,
ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന സ്ഥലങ്ങളുടെയൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള സ്ഥലമാണ്. പാർക്കിംഗ് ഉണ്ട്, വെള്ളമുണ്ട്, എന്ന് വെച്ചാൽ താഴെ ലോബിയിൽ റെസ്റ്റോറൻറ്റും കോഫി അതൊക്കെ ഉണ്ട്. റൂം നമ്പർ 247 എല്ലാം കൂടെ കൗണ്ട് ചെയ്താൽ 4 ആണ്. അയ്യോ വരൂല. ഓ ഞാൻ വരൂല. ആണോ? ഓ പേടിപ്പിക്കല്ലേ. ഞാൻ വെച്ച് ഇത്രേ ഉള്ളൂ നമ്മളെ. ഒരു സെക്കൻഡ്. ക്ലോസ് കോഫി ഇതുണ്ട്. ഹായ് ഹലോ. 2 ബെഡുണ്ട്. അവിടെ ഒരു ബെഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 2 ബെഡുണ്ട്. വെൽക്കം പ്രൊമോസ് പൂറ്റി. ഓ ആൻഡ് വെറുതെ ഒരു സോഫയുണ്ട്. ഓ നോക്ക എന്ത് യു ആർ റൈറ്റ്. എനിക്ക് എന്ത് വരത്തില്ല, ക്ലോസ്ട്രോഫോബിയ തീരെ ഇല്ല. ഇവിടെ 6th floor ആണ്, പക്ഷെ 2nd floor ആണ്. സാരമില്ല, ഇട്ടോളൂ. ആൻഡ് എല്ലാ ജനലൊന്ന് ഒന്ന് കർട്ടൻ തുറന്നു വയ്ക്കുക എനിക്ക്. ഓ മോളെ ഷവറിൻ വാക്ക് ഭാഗ്യം. ക്ലോസ്. സോ 100% ഇവിടെ തന്നെ ആയിരിക്കും ഞങ്ങൾ മിക്കവാറും 2 ദിവസം പോകുന്ന പോലെ സ്റ്റേ. 2 കാര്യം പറഞ്ഞു. സർപ്പം. അവിടെയാണ് ഈ കനോപ്പി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. 6 floors ഉണ്ട്. കൊച്ചൊരു ഹോട്ടലാണ്. ഇത്രേ ഉള്ളൂ. അത് കാണാൻ സൈസ് ഇത്രേ ഉള്ളൂ. ആൻഡ് നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു ക്രിസ്മസ് വില്ലേജിൻ്റെ എഫക്റ്റാണ്. താങ്ക്സ് ഗിവിങ്ങിൻ്റെ തണുപ്പുണ്ട്. മൊത്തം ക്രിസ്മസ് ട്രീസും ലൈറ്റിങ്സും ഒക്കെ കണ്ടിട്ട് ഇവിടെ എന്തോ അച്ഛൻ എവിടെ വരണം. ഞങ്ങളുടെ ഫസ്റ്റ് ഇന്ന് കുറച്ച് ലേറ്റായി. ഇതുപോലെ കൺഫ്യൂഷൻസും കുറേ സ്ഥലങ്ങളിൽ ആദ്യത്തെ ഹോട്ടലൊക്കെ പോയൊക്കെ. അപ്പോൾ ഇന്ന് ഈവനിങ് 6 മണിക്ക് എങ്ങാണ്ട് പ്ലാൻ ഇട്ടാണ്. ഇപ്പോൾ ഏകദേശം 7:30 കഴിഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ നിന്ന് ഒരു ജുഞ്ചു, ഒരു മാക്ക് ആൻഡ് ചീസും ഞാനൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു ലൈവായിട്ട് ഇത് റെക്കോർഡ് ചെയ്താണ്. അല്ല, വയലിൻ വായിക്കുകയാണ്. ഇല്ല, എവിടെയാണ് നമ്മൾ? ഇതാണ് ഫെനുവിൽ ഹോള്. ജുഞ്ചു കഴിഞ്ഞിട്ട് നല്ല സ്റ്റൈലായിട്ട് പോകണം. ഞാനും ജുഞ്ചു. അല്ലേ ജുഞ്ചു? ഞങ്ങൾക്ക് അത്ര സ്റ്റൈലൊന്നുമില്ലേ. ഇവിടെ ഇങ്ങനെ വലിയ മാർക്കറ്റ് പ്ലേസ് ആണ് കേട്ടോ. കുറേ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടും. ഷുഗർ ഫാക്ടറി. ജുഞ്ചുവിൻ്റെ ഇഷ്ടമുള്ള ഷുഗർ ഫാക്ടറി. നാളെ പറ്റുകയാണെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് നാളെ വന്ന് കുടിക്കാം. ഷുഗർ ഫാക്ടറിന്ന് ഹോട്ട് ചോക്ലേറ്റ് സ്വീറ്റ്. സച്ച് എ ക്യൂട്ട് പ്ലെയർ ആണ്. ക്യൂട്ട് മ്യൂസിക്കും ആണ്. അയ്യോ, ഇത് മറ്റേ നടക്കും. ഇതെന്തോ മോനെ ചിമ്നി, ട്രെയിനിൻ്റെ ചിമ്നി പോലെയൊക്കെ പിന്നെ. വാട്ട് ഇസ് ബ്രൂയിങ് എന്നല്ലല്ലോ ഇതിനെ എങ്ങനെ ചോദിക്കാം. വാട്ട് ഇസ് ബേണിംഗ് എന്നോ അല്ല, വാട്ട് ഇസ് സ്മോക്കിംഗ് എന്നോ. വാട്ട് ഇസ് സ്മോക്കിംഗ്? I think it's a giant cigarette. We should run. Hold your breath, man. എല്ലാ കടകളും അടച്ചു തോന്നുന്നല്ലേ കേട്ടോ. Hold your breath, I don't think this is good.